2026 റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് വിസിൽ. ജനിച്ച ഒരു നാള് മരിച്ചേ പറ്റൂ. ആ മരണം ചിലപ്പോൾ 30 വയസ്സിലാകാം, 50 വയസ്സിലാകാം, അല്ലെങ്കിൽ 90ാമത്തെ വയസ്സിലും ആകാം. എന്നാൽ ആ മരണത്തെ മുൻകൂട്ടി വിളിച്ചു വരുത്തിയാലോ? മരണത്തെ വിളിച്ചു വരുത്താൻ പറ്റുന്ന ഒരു വിസിൽ. ആ വിസിലൂതിയാൽ മരണം നിങ്ങളുടെ മുന്നിലെത്തും. അതും വിചാരിക്കുന്നതിനേക്കാളും ക്രൂരമായ രീതിയിൽ. അങ്ങനെ ഒരു വിസിൽ കിട്ടിയിരിക്കുകയാണ് കുറച്ച് പിള്ളേർക്ക്. അതാരുടെയൊക്കെ മരണങ്ങൾ വിളിച്ചു വരുത്തുമെന്നും ആരൊക്കെ മരിക്കുമെന്നും എല്ലാം നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ കോളേജിനുള്ളിൽ നടക്കുന്ന ഒരു ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷനാണ് കാണിക്കുന്നത്. റെഡ് ടീമും ബ്ലൂ ടീമും തമ്മിൽ തകൃതിയായിട്ട് മത്സരം നടക്കുകയാണ്. ഗെയിം അവസാനിക്കാൻ ഇനി വെറും മിനിറ്റുകൾ മാത്രം. അതിനുള്ളില് ഇനി 2 ഗോളും കൂടി അടിച്ചാൽ മാത്രമേ റെഡ് ടീമിന് ജയിക്കാൻ പറ്റൂ. അവരുടെ കോച്ച് വന്ന് മോട്ടിവേഷൻ ഒക്കെ കൊടുത്തതും ജയിക്കുമെന്നുള്ള ഉറപ്പോടെ തന്നെ റെഡ് ടീം കളത്തിലേക്ക് ഇറങ്ങുന്നു. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ് റൈമൺ. അവൻ ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കോർട്ടിലേക്ക് പന്ത് വീഴ്ത്തി. ആ സന്തോഷത്തില് ഓഡിയൻസിന്റെ കൂട്ടത്തിലിരിക്കുന്ന തന്റെ അമ്മയെ നോക്കി അവൻ തന്റെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴാണ് അവരുടെയൊക്കെ തൊട്ട് പിറകിലായിട്ട് പുക കൊണ്ട് മൂടിയതുപോലെ ഒരു രൂപം നിൽക്കുന്നു. സത്യം പറഞ്ഞ ആ രൂപത്തെ അവന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എങ്കിലും അവൻ തന്റെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കാതെ ഏറ്റവും അവസാനത്തെ പന്തും കോർട്ടിലേക്ക് തന്നെ വീഴ്ത്തുന്നു. എന്നാൽ ആ പന്ത് കോർട്ടിനുള്ളിലേക്ക് സാവധാനം വന്ന് വീണതും അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇതേ ആ രൂപം വീണ്ടും വന്ന് നിൽക്കുന്നു. അതവന്റെ മുന്നിലേക്ക് അവനെ പിടിക്കാനായിട്ട് നടന്നു വരികയാണ്. കത്തിക്കരിഞ്ഞത് പോലത്തെ ഒരു രൂപം. അതവനെ തൊട്ടില്ല എന്ന് പോലെ വന്ന് നിന്നതും ഗെയിം ജയിച്ച സന്തോഷത്തിൽ ബാക്കി കൂട്ടുകാരെല്ലാം കൂടി വന്ന് അവനെ പൊക്കിയെടുക്കുന്നു. പക്ഷേ റൈമൺ ആണെങ്കിൽ ആ സന്തോഷത്തിൽ ഒന്നും പങ്കുചേരാൻ പറ്റിയില്ല. അവൻ പേടിയോടെ തന്റെ ടീമിന് വേണ്ടിയുള്ള റൂമിലേക്ക് ഓടിക്കയറുന്നു. വേഗം തന്നെ ആ ലോക്കർ തുറന്നിട്ട് അതിനകത്തുണ്ടായിരുന്ന കുഞ്ഞൊരു പോട്ട് പോലെ എന്തോന്ന് എടുക്കുന്നു. ശേഷം വേഗം തന്നെ അത് തറയിലേക്ക് വെച്ചിട്ട് പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോഴാണ് ആ കത്തിക്കരിഞ്ഞ രൂപം തന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് അവൻ കാണുന്നത്. അവൻ വേഗം തന്നെ വിപ്രാളത്തോടെ ആ വലിയ വെയിറ്റ് എടുത്ത് ആ പോട്ടിന്റെ മുകളിലേക്കിട്ട് അത് ചന്ന ഫിനമാക്കി പൊട്ടിച്ചു കളയുന്നു. കണ്ടോ, ഇത് പൊട്ടിയത് കണ്ടോ? ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്. അവൻ വലിയ വായിൽ അലറി പറഞ്ഞതും ആ രൂപം വന്നുകൊണ്ടിരുന്ന ശബ്ദവും നിലച്ചു. അത് പോയോ എന്നറിയാൻ വേണ്ടി അവൻ സംശയത്തോടെ എത്തി നോക്കിയതും ഡോർ തുറന്നുകൊണ്ട് അവന്റെ കൂട്ടുകാരെല്ലാം കൂടി അകത്തേക്ക് കയറി വന്നത് ഒരുമിച്ചായിരുന്നു. അപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. അത് തന്നെ വിട്ടുപോയെന്ന് തന്നെ അവൻ കരുതി. അങ്ങനെ ആ ഒരു സന്തോഷത്തില് അവനൊന്ന് ഫ്രഷ് ആയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് തറയിൽ കൂടി എന്തോ ചാരം കണക്കി ഒഴുകി പോകുന്നു. സംശയത്തോടെ അവൻ തിരിഞ്ഞു നോക്കിയതും ദേ നിൽക്കുന്നു ആ സാധനം. ഒന്ന് നിലവിളിക്കാൻ പോലും സമയം കൊടുക്കാതെ അതവന്റെ വായ്ക്കുള്ളിലേക്ക് കൈ കുത്തിയിറക്കി ശരീരം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നു. അവന്റെ നിലവിളിയും കേട്ടുകൊണ്ട് കൂട്ടുകാർ ഓടി വരുമ്പോൾ കാണുന്നതോ കത്തി അമർന്ന് വെണ്ണീറായി പോകുന്ന തന്റെ കൂട്ടുകാരനെയും. ഇവിടെ മുതലാണ് കഥയുടെ തുടക്കം. പിന്നീട് കാണിക്കുന്നത് ഒരു 6 മാസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ദേ ഈ വീടിന്റെ മുകളിൽ കയറിയിരിക്കുന്നവളാണ് നമ്മുടെ നായിക. പേര് ക്രിസ്. മരത്തിലിരിക്കുന്ന ഒരു കിളിയെ നോക്കി അതിനെ അതേപോലെ ബുക്കിലേക്ക് വരയ്ക്കുകയാണ്. പെട്ടെന്നാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരുത്തൻ കതവ് ചവിട്ടി തുറന്ന് മുറിയിലേക്ക് കയറി വരുന്നത്. ഇവന്റെ പേരാണ് മാക്സ്. ക്രിസിന്റെ ഒരു കസനായിട്ട് വരുമ്പോ നിനക്കൊന്ന് കതവിൽ മുട്ടിയിട്ട് വന്നൂടെ? എന്റെ കയ്യിൽ ഗ്ലാസ് ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ കതവിൽ മുട്ടാനാ? അവനപ്പം ജോളി ടൈപ്പായ ഒരു ക്യാരക്ടറാണ്. ഇന്ന് ക്രിസിനെയും കൂട്ടി അവന്റെ കോളേജിലേക്ക് പോകാനായിട്ട് വന്നതാണ് കക്ഷി. കാരണം കോളേജിൽ ഇന്ന് ക്രിസിന്റെ ആദ്യത്തെ ദിവസമാണ്. അങ്ങനെ അല്പനേരം സംസാരിച്ചു നിന്ന ശേഷം രണ്ടും കൂടി നേരെ കോളേജിലേക്ക് വിടുന്നു. കോളേജിനുള്ളിലേക്ക് ചെന്ന് കയറിയപ്പോഴേ നമ്മുടെ ക്രിസിന്റെ കണ്ണിൽ ആദ്യം മുടക്കിയത് ഒരു പെൺകുട്ടിയാണ്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ചെറിയൊരു സ്പാർക്ക്. എന്നാൽ ആ പെണ്ണും ഇടയ്ക്കിടെ കണ്ണിട്ട് നമ്മളെ ക്രിസിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ വിദേശത്തുള്ള കോളേജിലൊക്കെ സ്റ്റുഡൻസിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു ലോക്കർ കൊടുക്കില്ലേ? അതേപോലെ അവൾക്കും ഒരു ലോക്കർ കിട്ടിയിട്ടുണ്ട്. അതാരുടെ ലോക്കറാണെന്ന് വെച്ചാ ആദ്യം കാണിച്ച തീ പിടിച്ച് മരിച്ച റൈമണില്ലേ, അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോക്കർ ആയിരുന്നു അത്. അവൾ അത് തുറക്കാനായിട്ട് ചെന്നതും 2 പയ്യന്മാര് വെറുതെ അവൾ ചൊറിയാനായിട്ട് വരുന്നു. മരിച്ചുപോയ റൈമണിന്റെ കൂട്ടുകാരായിരുന്നു അവർ. തന്റെ കൂട്ടുകാരന്റെ ലോക്കർ ഏതോ ഒരു പെണ്ണിന് കൊടുത്തത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിനാണ് ചുമ്മാ ചൊറിയാൻ വന്നതും. നിനക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. ഷെടാ, ഇതെന്ത് കൂത്ത്? ഇത് മാനേജ്മെന്റ് എനിക്ക് തന്ന ലോക്കറാണ്. മരിച്ചുപോയവരോട് ഈ സ്കൂളിലുള്ളവർക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല. കൂടെയുള്ള മറ്റൊരുത്തൻ അതും പറഞ്ഞ് ചൂടായതും അവൻ പിന്നെയും ക്രിസുമായിട്ട് ഉടക്കാൻ വരുന്നു. ഇവന്റെ പേര് ഡെൻ. ആ വെള്ള മുടിയുള്ള പെണ്ണിന്റെ പേര് ഗ്രേസ്. ഡെന്നിന്റെ കാമുക കൂടിയാണ് ഗ്രേസ് കേട്ടോ. മാത്രമല്ല നമ്മുടെ മാക്സിനും ഈ ഗ്രേസിനോട് ചെറിയൊരു ലവ് ഉണ്ട്, ഓൺ സൈഡ് ലവ്. പക്ഷേ അവൾക്ക് ഓൾറെഡി ഡെന്നിനെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഇഷ്ടം തുറന്നു പറയാനും വയ്യ ആ ഒരു അവസ്ഥ. നീയാണല്ലേ ആ പുതിയ അഡ്മിഷൻ. നിനക്കൊരു കാര്യം അറിയോ ഗ്രേസ്? ഇവള് റീഹാബിറ്റേഷൻ സെന്ററിൽ നിന്ന് ഇപ്പൊ പുറത്തിറങ്ങിയതേ ഉള്ളൂ. പണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ വെളിവില്ലാതെ വലിച്ചു കയറ്റി ഇവളുടെ അച്ഛനെ കൊന്നെന്നൊക്കെയാ കേൾക്കുന്നത്. ആണോ? നീ ശരിക്കും നിന്റെ അച്ഛനെ കൊന്നിരുന്നോ? അവനതങ്ങോട്ട് ചോദിച്ചതേ. അവള് കാല് മടക്കി അവന്റെ അന്തർധാരക്കിട്ടൊരു ഒറ്റ തൊഴി. ഇത് കണ്ടുകൊണ്ടാണ് അവരുടെ പ്രൊഫസർ അങ്ങോട്ടേക്ക് വരുന്നത്. 4 കൂടി വരാന്തയിൽ കിടന്ന് അടി കൂടുവാണോ? കോളേജ് വിട്ട ശേഷം സകലത എന്നെ വന്ന് കണ്ടോണം.
വന്നില്ലെങ്കിൽ എല്ലാത്തിനും ഒരാഴ്ചത്തേക്ക് സസ്പെൻഷൻ അടിച്ചാൽ കൈ തരും. അതും പറഞ്ഞ് പ്രൊഫസർ അവിടുന്ന് പോയതും ബാക്കിയുള്ളവരും പതുക്കെ അവിടുന്ന് വലിയുന്നു. അങ്ങനെ എല്ലാവരും പോയതും ക്രിസ് തന്റെ ലോക്കർ തുറന്നു. അവൾ ആദ്യം കാണുന്നത് മുകളിലായിട്ട് ഒരു പോട്ട് ഇരിക്കുന്നതാണ്. തുടക്കത്തില് ആ തീപിടിച്ച് മരിച്ച പയ്യൻ തറയിലേക്ക് ഇട്ടൊരു പോട്ട് പൊട്ടിക്കുന്നത് കാണിച്ചില്ലേ, അതേ പോട്ട്. പക്ഷെ അതിനിപ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു സാധനം കണ്ടാൽ ആർക്കായാലും എടുത്തു നോക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നും. ക്രിസും അതേപോലെ അതൊന്ന് എടുത്തു നോക്കുന്നു. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ തുറന്നു നോക്കിയപ്പോഴോ എന്തിന്റെയോ തലയോട്ടി വെച്ചുണ്ടാക്കിയ ഒരു വിസിലായിരുന്നു അതിനുള്ളിൽ. അത് കണ്ട നിമിഷം മുതൽ അവൾക്ക് അതിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നു. ആരോ തന്നെ അതിലേക്ക് വലിച്ചടുപ്പിക്കും പോലെ, ആ വിസിലൂതാൻ അവളെ പ്രേരിപ്പിക്കും പോലെ. അതില് മയങ്ങി അവൾ ആ വിസില് വായിലേക്ക് അടുപ്പിച്ച് ഊതാനായിട്ട് വന്നതും ബെല്ലടിച്ചത് ഒരുമിച്ചായിരുന്നു. ഇനി നിന്നാല് ക്ലാസ്സിന് പോകാൻ വൈകും. അതുകൊണ്ട് അവൾ ആ വിസില് ബാഗിലേക്ക് വെച്ചുകൊണ്ട് നേരെ തന്നെ ക്ലാസ് റൂമിലേക്ക് പോകുന്നു. അങ്ങനെ കോളേജ് ടൈം എല്ലാം കഴിഞ്ഞതും പ്രൊഫസർ പറഞ്ഞ പോലെ 4 പേരും കൂടി പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. കൂടെ ആ പ്രൊഫസറും ഉണ്ട്. അയാൾ ഇങ്ങനെ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ് തന്റെ ബാഗിൽ നിന്നും എന്തോ എടുക്കാനായിട്ട് പോയതും ആ വിസില് പുറത്തേക്ക് വരുന്നത്. സാർ, കോളേജിലെ ഡ്രഗ്സ് ഒന്നും അലൗഡ് അല്ലല്ലോ. കണ്ടിട്ടെന്തോ പുകയെടുക്കാനുള്ള സാധനമാണെന്നാ തോന്നുന്നത്. ഇത് പൈപ്പൊന്നുമല്ല, എനിക്ക് ലോക്കറിൽ നിന്ന് കിട്ടിയതാ. അതും പറഞ്ഞ് അവൾ ആ വിസിൽ കൊണ്ടുവന്ന് പ്രൊഫസറിന്റെ കയ്യിൽ കൊടുക്കുന്നു. അയാൾ വേഗം തന്നെ അത് വാങ്ങി ആ വിസിൽ മൊത്തം ഒന്ന് പരിശോധിച്ചു. വളരെ പുരാതനമായ ഭാഷയിൽ എന്തൊക്കെയോ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കണ്ടിട്ട് ഇതെന്തോ ആന്റിക് പീസ് ആണെന്നാ തോന്നുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് വിളിച്ചു വരുത്തുക എന്നങ്ങനെ എന്തോ ആണ്. ആ വിസിൽ മുഴുവനും അയാളെ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചതും അതിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം മരിച്ചുപോയവരെ വിളിച്ചു വരുത്തുക എന്നതാണ്. സമ്മോൺ ടു ഡെത്ത്. അങ്ങനെ വിശദമായിട്ടെല്ലാം നോക്കിക്കഴിഞ്ഞതും ക്രിസ് തിരികെ ആ വിസിലെടുക്കാൻ വന്നപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല. എനിക്കിത് വിശദമായിട്ട് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കണം. പിന്നെ നിനക്കിത് ലോക്കറിൽ നിന്ന് കിട്ടിയതാണെന്നല്ലേ പറഞ്ഞത്, അപ്പോ ഇത് നിന്റെ ഒന്നും അല്ലല്ലോ. അതും പറഞ്ഞ് അയാൾ അത് നൈസിനങ്ങ് ഇസ്കി. പ്രൊഫസർ ആയി പോയില്ലേ, കൊടുക്കാതിരിക്കാനും പറ്റില്ല. എന്തായാലും ആ വിസിൽ കിട്ടിയത് കാരണം എല്ലാവർക്കും പണിഷ്മെന്റ് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കോളേജിന്റെ പുറത്തേക്ക് വന്നതും ഗ്രേസ് അന്ന് രാത്രി എല്ലാവരെയും തന്റെ വീട്ടിലേക്ക് ഒരു പാർട്ടിക്ക് ക്ഷണിക്കുന്നു. ക്രിസിനെയും മാക്സിനെയും അവൾ പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട്. ഇവിടെ ഇതേ സമയം നമ്മുടെ പ്രൊഫസർ ആണെങ്കിൽ ഈ ആന്റിക് സാധനങ്ങളൊക്കെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സൈറ്റുകളില്ലേ, അതിലേക്ക് ഈ വിസിലിനെ ആഡ് ചെയ്ത് സെല്ല് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. നോക്കിയപ്പോ നല്ല വില തറയും. അങ്ങനെ ആൾ ആ വിസില് സെല്ല് ചെയ്യാനായിട്ട് ഇടുമ്പോഴാണ് ആന്റിക് പീസ് ഗുഡ് കണ്ടീഷനിലാണോ എന്നൊരു ചോദ്യം വരുന്നത്. അതിപ്പോ ഊതി നോക്കിയാലല്ലേ പറയാൻ പറ്റൂ. വർക്കിംഗ് കണ്ടീഷൻ നോക്കാൻ വേണ്ടി അങ്ങേരെ ആ വിസിലെടുത്തൊരു ഒറ്റ ഊതക്കം. വിസിലിന്റെ ശബ്ദം കൊണ്ടാണോ അതോ അതിന്റെ ശക്തി കൊണ്ടാണെന്നോ എന്നൊന്നും അറിയില്ല. ഡോറിലുണ്ടായിരുന്ന ഗ്ലാസ് വരെ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും സാധനം വർക്കിംഗ് കണ്ടീഷനിലാണ്. അതേസമയം ഇവിടെ നമ്മുടെ ക്രിസും മാക്സും കൂടി തിരികെ പോകാനായിട്ട് കാറിനടുത്തേക്ക് ചെന്നപ്പോഴാണ് കാറിന്റെ ചാവി എടുക്കാൻ മറന്നുപോയി. അപ്പൊ തന്നെ മാക്സ് കാറിന്റെ കീ എടുക്കാനായിട്ട് ക്ലാസ് റൂമിലേക്ക് ഓടുന്നു. അവൻ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ആ പ്രൊഫസർ ഒരു സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പോകുന്നതാണ്. അവൻ ആ ഗ്യാപ്പിൽ തന്നെ ക്ലാസ് റൂമിനുള്ളിലേക്ക് കയറി കാറിന്റെ ചാവി എടുക്കുന്നു. അതിന്റെ കൂടെ ക്രിസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു മാറ്റിവെച്ച ആ വിസിലും വീസ്കുന്നുണ്ട്. ഇവിടെ ക്രിസ് ആണെങ്കിൽ മാക്സിനെ കാത്ത് വെളിയിൽ നിൽക്കുവല്ലേ. ആ സമയം അവളുടെ അടുത്തേക്ക് അവളെ പരിചയപ്പെടാനായിട്ട് ഒരു പയ്യൻ വരുന്നു. നോവ എന്നാണ് അവന്റെ പേര്. ആളൊരു പ്രീസ്റ്റും കൂടിയാണ്. പുതിയ സ്റ്റുഡന്റ് ആണല്ലേ. എനിക്ക് ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, സമയം കിട്ടുമ്പോഴേക്ക് അങ്ങോട്ടേക്കൊന്ന് വരണം. ഇല്ല, എനിക്ക് ഈ ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ല. എനിക്കും വലിയ വിശ്വാസമൊന്നുമില്ല. ദൈവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലല്ലേ ഉള്ളത്. എങ്കിലും അവിടേക്ക് വന്ന പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാലോ. പിന്നെ ഇതൊരു വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് കരുതിയാൽ മതി. അതും പറഞ്ഞ് ചെറിയൊരു ഡ്രഗ്സിന്റെ പൊതിയെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ മാക്സ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ദേഷ്യത്തോടെ വന്ന് നോവയെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ മാക്സിനെ ഇടിച്ചിട്ട് കളഞ്ഞു. കൂടെ അരയിൽ നിന്നും ഒരു കത്തി കൂടെ പുറത്തേക്കെടുത്തു. ഞാൻ നിന്നെ ഒന്ന് ശല്യം ചെയ്യാൻ വന്നില്ലല്ലോ, ആവശ്യമുള്ളവർക്ക് മാത്രമേ ഞാൻ സാധനം കൊടുക്കൂ, മനസ്സിലായോ? അതും പറഞ്ഞ് അങ്ങേരെ അവിടുന്ന് പോയി. അയാൾ ആരാ? ഒരു പ്രീസ്റ്റ് ആയിട്ട് കൂടി എന്തിനാ ഈ ഡ്രഗ്സ് ഒക്കെ വെക്കുന്നത്? അവനാണോ പ്രീസ്റ്റ്? അതവൻ ചുമ്മാ ടൈം പാസിന് മാത്രം ചെയ്യുന്നൊരു ജോലിയാ. അവന്റെ മെയിൻ പണി തന്നെ ഈ ഡ്രഗ്സ് വിൽക്കലാ. വീട്ടുകാര് അവനെ വിശ്വസിച്ച് പിള്ളേരെ അവന്റെ പള്ളിയിലേക്ക് പറഞ്ഞുവിടും. അവനാണെങ്കിൽ ഇമാതിരിയുള്ള സാധനങ്ങളൊക്കെ ആ പിള്ളേർക്ക് വേണ്ടി സപ്ലൈ ചെയ്യലാ പണി. എന്നെങ്കിലും ഇതിനുള്ള പണി അവന് കിട്ടാതിരിക്കില്ല. അത്രയും പറഞ്ഞ് അവരും ആ കോളേജ് വിട്ടു പോകുന്നു. അങ്ങനെ രാത്രിയായി. ആ പ്രൊഫസർ മാത്രം ഇപ്പോഴും കോളേജിലുണ്ട്. ആ വിസിൽ വിറ്റാൽ ഒരു ലക്ഷറി ലൈഫ് ജീവിക്കാനുള്ള പൈസ കിട്ടും. ആ പൈസ കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് തന്റെ എല്ലാ സ്വപ്നങ്ങളെയും തച്ചുടച്ചുകൊണ്ട് പോട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന വിസിൽ കാണുന്നില്ല. അങ്ങേര് അവിടെ മുഴുവനും വിസിലിന് വേണ്ടി തപ്പി നോക്കിയെങ്കിലും നോ പ്രയോജനം. നമ്മുടെ മാക്സിന്റെ കയ്യിൽ ഇരിക്കുവല്ലേ, അതെങ്ങനെ കിട്ടാനാ? അതെവിടെ പോയി, എങ്ങനെ പോയി എന്നൊക്കെ തലപുകഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് ക്ലാസ് റൂമിന് വെളിയിലായിട്ട് എന്തോ ഒരു ശബ്ദം. അതെന്താണെന്ന് അറിയാനായിട്ട് ആള് പുറത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പോതി ആ കോറിഡോറിലായിട്ട് അല്പം ദൂരത്തിൽ ഒരു രൂപം നിൽക്കുന്നു. ഇരുട്ടായത് കാരണം ആളെ വ്യക്തമായിട്ട് കാണാനും വയ്യ. സ്കൂൾ ടൈം കഴിഞ്ഞല്ലോ സാർ, നിങ്ങൾ എന്താ ഈ സമയത്ത് ഇവിടെ? പക്ഷേ അവിടുന്ന് നോ റെസ്പോൺസ്. അതേ നിൽപ്പ് തന്നെ. പെട്ടെന്നാണ് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് പിറകിൽ കൂടി വന്ന് ആളെ തട്ടി വിളിക്കുന്നത്. സാർ എന്താ ഇവിടെ നിൽക്കുന്നത്? അയാള് ചോദിച്ചത് കേട്ട് പ്രൊഫസർ മുന്നോട്ട് നോക്കിയെങ്കിലും അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ചിലപ്പോ തനിക്ക് തോന്നിയതായിരിക്കും. ആള് തിരികെ വീണ്ടും ക്ലാസ് റൂമിലേക്ക് തന്നെ വരുന്നു. അപ്പോതേ സിഗരറ്റ് വലിക്കാതെ തന്നെ വായിൽ നിന്ന് പുകയൊക്കെ വരുന്നു.
ചേടാ ഇതെങ്ങനെ? അതും ചിന്തിച്ച് ലങ്ങേരെ തിരിഞ്ഞു നോക്കിയതും ഹോസ്പിറ്റൽ ഡ്രസ്സൊക്കെ ഇട്ട് ദേ ഒരുത്തൻ വന്ന് മുന്നിൽ നിൽക്കുന്നു. കാണാനും ഏകദേശം തന്നെ പോലൊക്കെ തന്നെയുണ്ട്. ഒന്ന് ചോദിക്കാനോ പറയാനോ പോലുള്ള സമയം കൊടുക്കാതെ ആ രൂപം തന്റെ രണ്ട് കൈയും ആ പ്രൊഫസറിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി അയാളുടെ ശ്വാസകോശം രണ്ട് പിടിച്ച് അമർത്തി ചമ്മന്തി പരുവാക്കുന്നു. അതിന്റെ കൂടെ ആ പ്രൊഫസർ മുന്നിലുണ്ടായിരുന്ന ആ രൂപത്തിന്റെ അതേ ഷേപ്പിലേക്കായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ക്യാൻസർ ഒക്കെ ബാധിച്ചവര് മുടിയൊക്കെ കൊഴിഞ്ഞ് എല്ലും തോലൊക്കെ ആയിട്ട് മാറത്തില്ലേ, ആ ഒരു രൂപത്തിലേക്കായിരുന്നു അയാൾ മാറിയത്. മാത്രമല്ല നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ മരിക്കുകയും ചെയ്തു. ഇവിടെ ഇതേ സമയം ഗ്രേസിന്റെ വീട്ടിലാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി നടക്കുകയാണ്. മാക്സും ക്രിസും എല്ലാവരും പാർട്ടിക്ക് വന്നിട്ടുണ്ട്. മാക്സ് കൊണ്ടുവന്ന ആ വിസിലും എല്ലാവരും കാണാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഗ്രേസിനാണെങ്കിൽ ആ വിസില് കണ്ട നിമിഷം മുതൽ എന്തോ ഒരു ആകർഷണം. അവൾ വന്ന് ആ വിസിലെടുത്ത് നോക്കുന്നു. എന്നാലും ഈ വിസിൽ എന്തിനുള്ളതായിരിക്കും? ഇതൂതിയാല് നമുക്ക് മരിച്ചുപോയവരെ കാണാൻ പറ്റുമോ? അങ്ങനെ പല പല സംശയങ്ങളായിരുന്നു അവൾക്ക്. അത് ചിന്തിച്ച് അവൾ ആ വിസിലിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ അതവളെ വല്ലാതെ ആകർഷിക്കാൻ തുടങ്ങി. തുടക്കത്തില് ക്രിസിന് തോന്നിയ അതേ ആകർഷണം പിന്നെ ഒട്ടും താമസിച്ചില്ല. അവൾ ആ വിസില് വായിലേക്ക് വെച്ച് ഒരൊറ്റ ഊതകമായിരുന്നു. കാത് പൊട്ടിപ്പൊളിഞ്ഞു പോകുമ്പോലുള്ള ശബ്ദം. അവിടെ ഉണ്ടായിരുന്ന ആർക്കും ആ ശബ്ദം താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും പവർഫുൾ ആയ ശബ്ദം. എല്ലാവരും ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു പോയി. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞതും എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ക്രിസ് പോകുമ്പോൾ അവളുടെ പിറകെ അലീനയും ചെല്ലുന്നു. നാളെ ഹോളോവിൻ പാർട്ടിയല്ലേ, നീ തീർച്ചയായിട്ടും വരണം, അവിടെ ശരിക്കും ജോളിയായിരിക്കും. അവള് വിളിച്ചതും ക്രിസിനെ നിരസിക്കാൻ തോന്നിയില്ല. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു സ്പാർക്കുണ്ട്. കാരണം രണ്ടുപേരും ലെസ്ബിയൻസ് ആയിരുന്നു. അങ്ങനെ തിരികെ വീട്ടിലേക്ക് വന്നതും ക്രിസ് തന്റെ ഫോണിലായിട്ട് അലീനയ്ക്ക് എന്തോ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഇഷ്ടം തുറന്നു പറയണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. റൂം മുഴുവനും ആ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തുമ്പോഴാണ് പുറത്തുള്ള മരത്തിന്റെ മുകളിലായിട്ട് ആരോ ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നു. ആർക്കായാലും പേടി തോന്നും. അമ്മ അതിലൊരു നോട്ടോ നിൽപ്പും. അതിനി പ്രേതമാണോ മനുഷ്യനാണോ എന്നൊന്നും അറിയില്ല. അവൾ ആകെ പേടിയോടെ അതിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുമ്പോഴാണ് വാതിലും ചവിട്ടി പൊളിച്ചുകൊണ്ട് നമ്മുടെ മാക്സ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവളുടെ നല്ല ജീവനങ്ങ് പോയില്ലെന്നേ ഉള്ളൂ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് വരില്ലേന്ന്, മനുഷ്യന്റെ ജീവൻ എടുക്കാനായിട്ട്. ഇത്രയ്ക്ക് പേടിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ പറ്റിയത്? ദേ അവിടെ ആ മരത്തിന്റെ മുകളിലായിട്ട് ആരും ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുവാ. അതും പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് നോക്കിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ഇവിടെ പാർട്ടി കഴിഞ്ഞതും ഗ്രേസ് ഇപ്പോഴും ആ പുസ്തകം വായിച്ചുകൊണ്ട് പൂളിൽ തന്നെ കിടക്കുവാണ്. അപ്പോഴാണ് ഗ്രേസ് ഗ്രേസ് എന്നാരോ അവൾ പേര് ചൊല്ലി വിളിക്കുന്നത്. എന്നാൽ അത് അവളെ വലിയ കാര്യമാക്കിയില്ല. കാരണം ഒരു തലതെറിച്ച അനിയനുണ്ടേ, മിക്കവാറും അവനായിരിക്കാനാണ് ചാൻസ്. ടിമ്മി ചുമ്മാ എന്നോട് കളിക്കാൻ നിൽക്കല്ലേ, എന്റെ കയ്യിൽ നിന്ന് വേടിക്കുന്നീ. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ആരോ അവളുടെ പേര് ചൊല്ലി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം പേടി തോന്നിയതും അവൾ വേഗം തന്നെ പൂളിൽ നിന്ന് കയറുന്നു. എന്നാൽ അപ്പോഴാണ് ദേ അവളുടെ പിറകിൽ കൂടി ഒരെണ്ണം എഴഞ്ഞു പോകുന്നത് കണ്ടോ. തിരിഞ്ഞു നോക്കിയതും അവിടെ ഇരിക്കുന്ന ടേബിളിന്റെ പിറകിലായിട്ട് ആരോ എത്തി നോക്കുന്നു. നമ്മളാണെങ്കിൽ ബോധം കെട്ട് വീണേനെ. പക്ഷേ സിനിമയിൽ അങ്ങനെ പറ്റില്ലല്ലോ. അവള് പേടിച്ച് വരച്ച് ആ ടേബിളിന് പിറകിലേക്ക് ചെന്ന് നോക്കിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാ പെട്ടെന്നാണ് ഒരു വികൃതമായ കൈവന്ന് അവളുടെ മുഖത്തോട് തഴുകി പോകുന്നത്. ഞെട്ടിപ്പടഞ്ഞ് തിരിഞ്ഞു നോക്കിയതും പിറകിലായിട്ട് അവളുടെ അനിയൻ നിൽക്കുന്നു. അമ്മ ചേച്ചിയെ തിരക്കുന്നു, വേഗം വരാൻ നോക്ക്. അതും പറഞ്ഞ് ആ ചെറുക്കം പോയതും പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ഗ്രേസും അവന്റെ പുറകെ പോകുന്നു. അങ്ങനെ പിറ്റേന്ന് ആയുധം കോളേജിലെ ആ മരിച്ചുപോയ പ്രൊഫസറിന്റെ അനുസ്മരണ ചടങ്ങുകൾ നടക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം കൂടി കണ്ടതല്ലേ ഉള്ള ആ പ്രൊഫസറിനെ. അയാൾ മരിച്ചെന്നുള്ളത് ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. പ്രൊഫസർ എങ്ങനെയാ മരിച്ചത്? സാറിന് ലങ് ക്യാൻസറിന്റെ 3rd സ്റ്റേജ് ആയിരുന്നെന്നാ കേട്ടത്. എന്നിട്ടും ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാതല്ലേ സാർ നിന്നത്. ആർക്കും ആ മരണം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്റ്റേജിലായിട്ട് പ്രൊഫസറിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അലീനയ്ക്ക് തന്റെ അല്പം മുന്നിലായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി എന്തോ വല്ലായ്മയോട് പെരുമാറുന്നത് പോലെ തോന്നിയത്. ഒരുമാതിരി ബാധ കയറിയതുപോലെ തലയൊക്കെ തിരിച്ചൊടിച്ച് മലർന്നു കിടന്ന് അവളൊരു നോട്ടം. അവള് ശരിക്കും ഞെട്ടിപ്പോയി. ആ സമയത്താണ് ഗ്രേസ് തന്റെ കയ്യിലുണ്ടായിരുന്ന വിസില് തിരികെ ക്രിസിന്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കുന്നത്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവൾക്ക് മതിയായിരുന്നു. ക്രിസിനും ആ വിസിൽ അത്ര ശരിയായിട്ട് തോന്നിയില്ല. തന്റെ ലോക്കറിലായിട്ടല്ലേ ആ വിസിലിരുന്നത്. അത് ചിലപ്പോ നേരത്തെ മരിച്ചുപോയ ആ പയ്യന്റേതാണെങ്കിലോ? എങ്കിൽ പിന്നെ അവന്റെ വീട്ടിലേക്ക് തന്നെ അത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് അവർ കരുതി. അങ്ങനെ ക്രിസും എലീനയും കൂടി മരിച്ചുപോയ റൈമന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവരെ കണ്ടത് റൈമന്റെ അമ്മമ്മ രണ്ടുപേരെയും വീടിനുള്ളിലേക്ക് ക്ഷണിക്കുന്നു. അവർക്ക് ഈ ആന്റിക് സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്ന ഒരു ഹോബിയുണ്ട്. അപ്പോ ഈ വിസിൽ നിങ്ങളുടേതാണോ? എനിക്കിത് റൈമന്റെ ലോക്കറിൽ നിന്ന് കിട്ടിയതാ. അതും പറഞ്ഞ് അവൾ ആ വിസിൽ അവരെ കാണിക്കുന്നു. ഈ വിസില് നീ കണ്ടുപിടിച്ചതാണെന്ന് ആര് പറഞ്ഞു? ഇത് നിന്നെയാണ് കണ്ടുപിടിച്ചത്. ഞങ്ങളെയും ഇതുപോലെ അത് കണ്ടുപിടിച്ചതാ. എന്റെ കൊച്ചുമോനെ, എന്റെ മോളെ എല്ലാം ഇത് കൊണ്ടുപോയി. ഇനിയും ഒരുപാട് ജീവനുകൾ ഇതെടുക്കും. നിങ്ങൾക്ക് എങ്ങനെ ഈ വിസിൽ കിട്ടിയത്? ഇത് ആരുടെ സ്വന്തമാണെന്ന് എനിക്കറിയില്ല. എവിടുന്നോ മോഷ്ടിക്കപ്പെട്ട ഒന്നാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. മരിച്ചവരെ തിരിച്ചു വിളിക്കാൻ പറ്റുമെന്ന്. സമ്മൺ ടു ഡെത്ത്. അല്ല, അതിന്റെ അർത്ഥം അങ്ങനല്ല. സമ്മൺ യുവർ ഡെത്ത് എന്നാണ്. നിന്റെ മരണത്തെ വിളിച്ചു വരുത്തുമെന്ന്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നീ മരിച്ചപ്പോൾ നിനക്കുള്ള മരണവും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിമിഷം മുതൽ മരണം നിന്നെ തേടി നടക്കുകയായിരിക്കും. നിന്റെ വിധി അനുസരിച്ച് ചിലപ്പോൾ നീ മരിക്കുന്നത് 90ാമത്തെ വയസ്സിലായിരിക്കും, അല്ലെങ്കിൽ
50ാമത്തെ വയസ്സിൽ. പക്ഷേ ഈ വിസിലൂതുന്ന ശബ്ദം നീ കേട്ടില്ലേ? അത് കേട്ട മരണത്തിന്റെ നിന്റെ സ്ഥലം മനസ്സിലാകും. നിങ്ങളുടെ വിധിയും മാറ്റപ്പെടും. ആ ശബ്ദം മരണത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അതും പറഞ്ഞ് ആ വിസിൽ അവളുടെ കയ്യിലേക്ക് തന്നെ അവർ വെച്ചു കൊടുക്കുന്നു. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇത് നീ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. 50ാമത്തെ വയസ്സിലോ 90ാമത്തെ വയസ്സിലോ വരേണ്ടിയിരുന്ന നിങ്ങളുടെ മരണം ഈ നിമിഷം നടക്കും. സിനിമയുടെ തുടക്കത്തില് റൈമണ്ട് തീപിടിച്ച് മരിക്കുന്നത് കാണിച്ചില്ലേ? ശരിക്കും അവൻ ഭാവിയിൽ അങ്ങനെയായിരുന്നു മരിക്കേണ്ടത്. എന്നാൽ അവൻ ആ വിസിൽ ഊതിയത് കൊണ്ട് അവന് ഭാവിയിൽ വരേണ്ട മരണം നേരത്തെ അവന്റെ മുന്നിലേക്ക് വരുന്നു. അതും എങ്ങനെയാണോ അവൻ ഭാവിയിൽ മരിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് അവനെ കൊല്ലുന്നതും. അത് തന്നെയായിരുന്നു ആ പ്രൊഫസർക്ക് നടന്നത്. സിഗരറ്റ് വലിക്കാരനായ അയാള് ലങ് ക്യാൻസർ മൂലമായിരുന്നു ഭാവിയിൽ മരണപ്പെടുന്നത്. പക്ഷേ ആ വിസിൽ ഊതിയത് കാരണം പിന്നീട് നടക്കേണ്ടിയിരുന്ന മരണം അയാളെ നേരത്തെ വന്ന് പിടികൂടി. അതുപോലെ തന്നെ ക്രിസും തന്റെ വീട്ടിലിരിക്കുമ്പോൾ മരത്തിന്റെ മുകളിലായിട്ട് ആരോ നിൽക്കുന്നത് പോലെ കണ്ടില്ലേ? അതും ഭാവിയിലുള്ള അവളുടെ മരണത്തെ തന്നെയാണ് അവൾ നേരിട്ട് കണ്ടത്. അലീനയും കണ്ടത് സെയിം കാര്യമാണ്, അവളുടെ വരാൻ പോകുന്ന മരണം. ഞങ്ങൾക്ക് മരിക്കാൻ ഒട്ടും താല്പര്യമില്ല, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നീ ജനിക്കാനേ പാടില്ലായിരുന്നു. അത് വല്ലാത്തൊരു മറുപടിയായി പോയി. ഇവരെന്താ ഒരുമാതിരി വട്ടുപോലെ സംസാരിക്കുന്നത്? അവർക്ക് മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ? ക്രിസിനും അവർ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. വിശ്വസിക്കണമെങ്കിൽ മരിച്ചുപോയ റൈമണ്ടിന്റെയും അവരുടെ പ്രൊഫസറുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണണം. അത് കണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. അങ്ങനെ രണ്ടുപേരും കൂടി രാത്രിയിൽ രഹസ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ ഈ റിപ്പോർട്ട്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റൂമിലേക്ക് ആര് കാണാതെ കയറി ചെന്നിട്ട് റൈമന്റെയും പ്രൊഫസറുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തപ്പാൻ തുടങ്ങി. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഫസർ മരിച്ചത് അമിതമായ സിഗരറ്റ് വലി കാരണം ലങ് ക്യാൻസർ വന്നിട്ടാണ്. അതുപോലെ റൈമന്റെ ശരീരവും മുഴുവനും കത്തിക്കരിഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ റൈമന്റെ റിപ്പോർട്ടിലുണ്ടായിരുന്ന അവന്റെ പല്ലിന്റെ ടെസ്റ്റിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ റൈമൻ മരിക്കുന്ന സമയത്ത് അവന് കൂടിപ്പോയ 17-18 വയസ്സ്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അവന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ പല്ലിന്റെ DNA അനുസരിച്ച് മരിക്കുന്ന സമയത്ത് അവന് 40 വയസ്സ്. എന്ന് വെച്ചാൽ 40ാമത്തെ വയസ്സിൽ അവന് വരേണ്ടിയിരുന്ന മരണമായിരുന്നു 18ാമത്തെ വയസ്സിൽ അവനെ പിടികൂടിയത്. വിധി നേരത്തെ മരണത്തെ അവന്റെ മുന്നിലെത്തിച്ചു. അപ്പോഴാണ് റൈമന്റെ അമ്മൂമ്മ പറഞ്ഞ കാര്യം അവർക്ക് ഓർമ്മ വന്നത്. ഭാവിയിൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 40 അല്ലെങ്കിൽ 50 ആയിരിക്കും വയസ്സ്. എന്നാൽ ഈ വിസിൽ നിങ്ങളിലേക്ക് നേരത്തെ മരണത്തെ എത്തിക്കുമ്പോൾ ഭാവിയിൽ മരണസമയത്ത് നിങ്ങളുടെ ശരീരം എങ്ങനെയായിരിക്കുമോ അതുപോലെ ഇപ്പോൾ മരിക്കുമ്പോഴും നിങ്ങളുടെ ശരീരം അങ്ങനെയായി മാറുന്നു. രണ്ടുപേർക്കും റിപ്പോർട്ടിൽ കണ്ട കാര്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ കാര്യം എങ്ങനെയെങ്കിലും തന്റെ ഫ്രണ്ട്സിനെ അറിയിക്കണ്ടേ? അലീനയും ക്രിസും കൂടി വേഗം തന്നെ ഹോളോവിൻ പാർട്ടി നടക്കുന്ന അവിടേക്ക് ഓടുന്നു. അതേസമയം ക്രിസും അലീനയും ഒഴികെ ബാക്കി എല്ലാവരും പാർട്ടി നടക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡാ, ഞാൻ ആ മേസിനുള്ളിൽ കയറാൻ പോവാ. ഞാൻ പോയിട്ട് 2 മിനിറ്റിനുള്ളിൽ നീ എന്നെ കണ്ടുപിടിക്കാൻ വരണം. അങ്ങനെ കണ്ടുപിടിച്ചാൽ നിനക്ക് അടിപൊളിയൊരു ഗിഫ്റ്റ് ഞാൻ തരും. ഡെന്നിനോട് അത് പറഞ്ഞുകൊണ്ട് ഗ്രേസ് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മെയ്സിനുള്ളിലേക്ക് കയറുന്നു. വലിയൊരു പസിൽ പോലെയായിരുന്നു ആ മെയ്സ്. അതിന്റെ കൃത്യമായിട്ടുള്ള വഴി കണ്ടുപിടിച്ച് അതിന്റെ സെന്റർ പോയിന്റിലായിട്ട് ഒരു ബെല്ലുണ്ട്. അതാരാണോ അടിക്കുന്നത് അവരാണ് വിജയി. അപ്പോഴേക്കും ക്രിസും അലീനയും അവിടേക്ക് എത്തിയിരുന്നു. നേരെ ചെന്ന് പെടുന്നതാണെങ്കിൽ ആ നോഹയുടെ മുന്നിലേക്കും. അവളെ കണ്ടതും അവൻ വീണ്ടും ആ പഴയ ഡ്രസ്സുമായിട്ട് ക്രിസിന്റെ മുന്നിലേക്ക് ചെല്ലുന്നു. അത് കണ്ട് ദേഷ്യം വന്ന അലീന കാലി മടക്കി ഒരൊറ്റ തൊഴി. എന്നാൽ തന്നെ അടിച്ച ദേഷ്യത്തിന് അവൻ അരയിൽ നിന്ന് കത്തിയെടുത്ത് ഊരിയതും ക്രിസ് ഓടി വന്ന് ആ കത്തി പിടിച്ചു മേടിച്ച് അവന്റെ മൂക്കിനിട്ടൊരൊറ്റ വിട്ട് ശേഷം രണ്ടും കൂടി ഓടുന്ന ഒരൊറ്റ ഓട്ടം. അതേസമയം ഗ്രേസ് ഇപ്പോൾ ആ മെയ്സിനുള്ളിലാണേ. അതിന്റെ ഉള്ളിലായിട്ട് കയറുന്നവരെ പേടിപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. അതൊക്കെ കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അല്പം ദൂരെയായിട്ട് ദേ ഒരു കിളവി നിൽക്കുന്നു. ആ രൂപം കണ്ട് ഒരു വല്ലായ്മ തോന്നിയതും അവള് തിരിഞ്ഞു നടന്നു. അപ്പൊ ദേ വന്ന് നിൽക്കുന്നു മുന്നില്. ആരായാലും പേടിച്ചു പോവില്ലേ? അവള് ജീവനോടെ തിരികെ ഓടുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഗ്രേസിന്റെ ഭാവി രൂപമാണ്. മരിക്കുമ്പോൾ ഈ രൂപത്തിലായിരിക്കും അവൾ ഉണ്ടാവുന്നത്. എന്ന് വെച്ചാ ഒരുപാട് പ്രായം ചെന്ന് കിളവിയായിട്ടായിരിക്കും ഗ്രേസിന്റെ മരണം. പക്ഷേ അവള് തന്റെ മരണത്തെ നേരത്തെ വിളിച്ചു വരുത്തിയിരിക്കുകയല്ലേ. ഗ്രേസ് ആണെങ്കിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ആ കിളവി അവളെ വിടാതെ പിന്തുടരുവാണ്. ഒടുക്കം പേടി സഹിക്കാൻ വയ്യാതെ അവള് വേഗം ഫോൺ എടുത്ത് ഡെന്നിനെ വിളിക്കുന്നു. ഡെൻ, വേഗം നീ എന്റെ അടുത്തേക്ക് വരണം. ഒരു വട്ട് കിളവി എന്നെ പിടിക്കാനായിട്ട് ഫോളോ ചെയ്യുക. ഗ്രേസ്, നീ ഒന്ന് സമാധാനപ്പെട്. ഇതൊരു ഹോണ്ടഡ് മെയ്സ് അല്ലേ? അപ്പോ ഇതുപോലെ ഓരോ ആൾക്കാർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്യുന്നതാ. അയ്യോ ഡെൻ, പ്ലീസ് നീ ഒന്ന് വേഗം എന്റെ അടുത്തേക്ക് വാ. എനിക്ക് ശരിക്കും പേടിയാവുന്നു. അവളത് പറഞ്ഞു തിരിഞ്ഞതും ആ കിളവി ദേ നിൽക്കുന്നു. ഗ്രേസ് അവളുടെ പേര് വിളിച്ചുകൊണ്ട് അത് ചുവരിൽ കൂടിയൊക്കെ ഇഴഞ്ഞ് താഴേക്ക് വരുന്നു. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. തറയിൽ കിടന്ന ഒരു പാര എടുത്തുകൊണ്ട് പോയി ചാവ് വട്ട് കളവി എന്നും പറഞ്ഞ് ആ അമ്മമ്മയുടെ തലക്കിട്ടൊരൊറ്റയടി. പക്ഷേ സെയിം അടി തന്നെ കിട്ടി ഗ്രേസ് നിലത്തേക്ക് വീഴുന്നു. കാരണം അവൾ അടിച്ചത് അവളെ തന്നെയാണല്ലോ. അപ്പോ ആ വേദന അവൾക്കും അനുഭവപ്പെടും. നെറ്റിമുറിഞ്ഞ് ചോര വരെ വരുന്നുണ്ട്. അമ്മമ്മയാണെങ്കിൽ അടി കിട്ടിയിട്ടും പുഷ്പം പോലെ ദേ എണീറ്റ് വരുന്നു. അത് അവളെ പിടിക്കാനായിട്ട് വീണ്ടും ഓട്ടിച്ചതും ഗ്രേസ് പേടിയോടെ ഓടിച്ചെന്ന് ആ മെയ്സിനുള്ളിൽ തന്നെയുള്ള ചെറിയൊരു വെന്റിലേഷൻ ഹോൾ പോലെയുള്ള ഒന്നിന്റെ ഉള്ളിലേക്ക് ഓടി കയറുന്നു. പക്ഷെ ആ കിളവി വിടണ്ടേ.
അവളുടെ പിറകെ തന്നെ അമ്മമ്മയും വെച്ച് പിടിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് അവൻ അവളുടെ കാല് പിടിച്ച് വലിച്ചുകൊണ്ട് ഒരു വിരല് കുത്തി അവളുടെ കാലിലേക്ക് ഇറക്കുന്നു. എങ്കിലും അവൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ആ വെന്റിലേഷൻ ഹോളിന്റെ അപ്പുറത്തേക്ക് എത്തി. ആക്ച്വലി അവൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആ മെയ്സിന്റെ സെന്റർ പോർഷനിലായിട്ടാണ്, ആ ബെല്ലുള്ള സ്ഥലത്തേക്ക്. ഈ ബെല്ലടിച്ചാൽ താൻ ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ? അവള് വേഗം ഓടിച്ചെന്ന് ആ ബെല്ലടിക്കാനായിട്ട് ചെന്നതും അമ്മമ്മ ദേ ബെല്ലിന്റെ മണ്ടയിൽ നിന്നൊക്കെ തൂങ്ങി ഇറങ്ങി വരുന്നു. ശേഷം അവളെ പിടിച്ചൊരൊറ്റ കിസ്. അതോടെ ഗ്രേസിന്റെ ശരീരം മുഴുവനും ചുക്കിച്ചുളിഞ്ഞ് രക്തമെല്ലാം വറ്റി ആ കിളവിയുടെ അതേ രൂപത്തിലേക്ക് തന്നെ അവള് മാറുന്നു. എന്നാൽ മരിക്കുന്നതിന് തൊട്ട് മുന്നുള്ള നിമിഷം അവൾ ആ ബെല്ലു അടിച്ചിരുന്നു. ആ ശബ്ദം കേട്ടതും ഗ്രേസ് എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഡെന്നും അവിടേക്ക് പാഞ്ഞെത്തി. പക്ഷെ അവൻ കാണുന്നത് ഗ്രേസിന്റെ അതേ ഡ്രസ്സും ഇട്ട് അവിടെ മരിച്ചു കിടക്കുന്ന ഒരു കിളവിയെയും. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതും ക്രിസും അലീനയും കൂടി തങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എല്ലാവരും അറിയിക്കുന്നു. പക്ഷേ ഡെന്നാണെങ്കിൽ ഒരു കാരണം കൊണ്ടും ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? അവിടെ മരിച്ചു കിടന്നത് ഗ്രേസ് അല്ല, അതൊരു കിളവിയായിരുന്നു. ഗ്രേസിന് വെറും 18 വയസ്സാ. ചിലപ്പോ ആ കിളവി അവളുടെ ഡ്രസ് അടിച്ച് മാറ്റിയതായിരിക്കും. എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് ഗ്രേസ് എവിടെയോ ജീവനോടെ ഉണ്ട്. ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും കേൾക്കാൻ അവൻ തയ്യാറായില്ല. അവസാനം അവരോട് അടിയും വഴക്കും കൂടി അവൻ നേരെ തന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. തന്റെ റൂമിലേക്ക് വന്ന് ലൈറ്റ് ഇട്ടതും കണ്ണാടിയിൽ കണ്ട രൂപത്തിൽ അവൻ പേടിച്ച് വിറച്ചുപോയി. ശരീരം മുഴുവനും ചതഞ്ഞരഞ്ഞ് കൈകാലുകളെല്ലാം ഒടിഞ്ഞു നുറുങ്ങി ശരീരത്തിലെ അവയവങ്ങൾ വരെ പുറത്തു വന്ന് കണ്ടാൽ അറപ്പും പേടിയും തോന്നുന്ന ഒരു രൂപം. ആ രൂപം ശരിക്കും അത് ഭാവിയിൽ ഡെൻ മരിക്കാൻ പോകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ മരണം മുൻകൂട്ടി അവന്റെ അടുത്തേക്ക് വന്നിരിക്കുകയല്ലേ. ആ രൂപത്തെ കണ്ടതും പേടിച്ചു പോയി ഡെൻ നിലത്തേക്ക് വീണുപോയി. ശബ്ദം കേട്ട് അവന്റെ അച്ഛനും അമ്മയും വന്ന് വാതിൽ മുട്ടി. എന്നാൽ അപ്പോഴേക്കും ആ രൂപം ഒടിഞ്ഞു പോയിരുന്നു. ചിലപ്പോ അടിച്ച വിറ്റായതുകൊണ്ട് തനിക്ക് തോന്നിയതാവാം. ഇതേ സമയം മാക്സും ഗ്രേസ് മരിച്ച സങ്കടം താങ്ങാനാകാതെ കോരിച്ചൊറിയുന്ന മഴയത്ത് വന്നിരിക്കുകയാണ്. അവനും അവളെ ഇഷ്ടമായിരുന്നല്ലോ. എന്നാൽ അല്പനേരം കഴിഞ്ഞതും പെയ്തുകൊണ്ടിരുന്ന മഴ രക്തത്തിന്റെ നിറമായിട്ട് മാറുന്നതാണ് കാണുന്നത്. വെള്ളത്തിന് പകരം ബ്ലഡ് പെയ്യുന്നത് പോലെ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാക്സ് കാണുന്നത് അവന്റെ മരണമാണ്. ഭാവിയിലെ എന്തോ ഒരു ക്രഷിംഗ് മെഷീന്റെ അടിയിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞാണ് അവൻ മരിക്കുന്നത്. ആ കാഴ്ച ഒരു ഇല്യൂഷൻ പോലെ അവന്റെ ഉള്ളിൽ ഇങ്ങനെ മിന്നി മറിഞ്ഞതും അവൻ പേടിച്ച് വിറച്ചുപോയി. അങ്ങനെ പിറ്റേന്നായതും ക്രിസും അലീനയും മാക്സും കൂടി റൈമന്റെ മുത്തശ്ശിയെ വീണ്ടും കാണാനായിട്ട് ചെല്ലുന്നു. എന്നാൽ ഇത്തവണ അവർ ചെല്ലുമ്പോൾ ആ അമ്മമ്മ തീരെ വയ്യാതെ കിടപ്പിലായ അവസ്ഥയിലായിരുന്നു. കാരണം അവർക്ക് ക്യാൻസർ ആണ്. ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാം. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മരണപ്പെട്ടു. ഞങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്? മരണത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു തവണ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തേടി വന്നിരിക്കും. പക്ഷേ നിങ്ങളുടെ വിധി മാറ്റാൻ ഒരു വഴിയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിന്റെ മരണം മറ്റൊരുവന് നൽകുക. മറ്റൊരാൾക്കോ? അതെങ്ങനെ സാധ്യമാകും? അതുവരെ മിണ്ടാതിരുന്ന മാക്സ് മരണം മാറ്റാൻ വഴിയുണ്ടെന്ന് കേട്ടതും വേഗം മുന്നിലേക്ക് വരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മരണം നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിന്റെ രക്തം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പുരട്ടിയാൽ മതി. അപ്പോ മരണം നിന്നെ വിട്ട് മറ്റേ ആളെ പിടിക്കും. ഇത് മാത്രമേ ആകെ ഒരു വഴിയുള്ളൂ. അവരത് പറഞ്ഞു തീർന്നതും ക്രിസ് കണ്ണാടിയിലായിട്ട് കാണുന്നത് തന്റെ മരണത്തിന്റെ രൂപമായിരുന്നു. ശരീരം മുഴുവനും നനഞ്ഞു കുളിച്ച് കയ്യിൽ എന്തോ സിറിഞ്ചൊക്കെ കുത്തി വല്ലാത്തൊരു രൂപം. മാത്രമല്ല അവരോട് ആ രഹസ്യം പറഞ്ഞു തീർന്നതും അടുത്ത നിമിഷം തന്നെ മുത്തശ്ശി മരിക്കുകയാണ്. എന്റെ മരണം ഞാൻ കണ്ടിരുന്നു. അമിതമായ ഡ്രഗ്സിന്റെ ഉപയോഗം കാരണമായിരിക്കാം. കയ്യിൽ സിറിഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ മരണം ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടാം. ഞാൻ മരിക്കാൻ തയ്യാറാണ്. അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അതിനിപ്പോ വേറെ ഒരാളെ കൊല്ലേണ്ടി വന്നാലും. അതും പറഞ്ഞ് മാക്സ് വേഗം തന്റെ കാറും എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നു. അവൻ എന്തോ പൊട്ടത്തനം ചെയ്യാനുള്ള പുറപ്പാടിലാണെന്ന് മനസ്സിലായതും ക്രിസും അലീനയും അവന്റെ പിറകെ തന്നെ വെച്ച് പിടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഡെന്നിനെയാണ്. നേരം വെളുത്തതേ അവൻ ടിവിയിൽ കാണുന്നത് ഇന്നലെ ഗ്രേസ് മരിച്ചു കിടന്നില്ലേ, ആ സംഭവമായിരുന്നു. പക്ഷെ ഇതുവരെ ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആ ന്യൂസ് കണ്ട് വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് റൂമിന്റെ വാതിൽ ആരോ വന്ന് മുട്ടുന്നത്. ശരിക്കും അത് അവന്റെ അച്ഛനും അമ്മയും ആയിരുന്നു. എന്നാൽ അവന് തോന്നുന്നതാണെങ്കിലോ ആരുടെയോ കൈവാതിലിനുള്ളിൽ കൂടി നൂണ്ടു നുഴഞ്ഞു വന്ന് അകത്തേക്ക് കയറാൻ പോകുന്നത് പോലെ. പേടിച്ച് വിറച്ച് അവൻ വേഗം കയ്യിൽ കിട്ടിയ സാധനങ്ങൾ മുഴുവൻ എടുത്ത് വാതിലേക്ക് എറിയാൻ തുടങ്ങി. ശേഷം വാതിൽ തുറക്കാതിരിക്കാൻ വേണ്ടി മേശയും അലമാരയും അങ്ങനെ സകലതും എടുത്ത് വാതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ അടുത്ത സെക്കൻഡിൽ പിറകിൽ കൂടി ഒരു കൈ വന്ന് അവനെ പിടിച്ചൊരൊറ്റ വലി. അടുത്ത നിമിഷം തന്നെ ഭാവിയിൽ അവൻ എങ്ങനെയാണോ മരിക്കുന്നത് ആ ഒരു അവസ്ഥയിലൂടെ അവൻ കടന്നു പോകാൻ തുടങ്ങി. ഒരു ട്രക്ക് പാഞ്ഞു വന്ന് ഇടിച്ചാൽ എങ്ങനെ അതേപോലെ ശരീരം മുഴുവനും കീറി മുറിഞ്ഞ് കൈകാലുകളെല്ലാം ഒടിഞ്ഞു മടങ്ങി ദേഹം മുഴുവനും പിളർന്ന് അതിക്രൂരമായിട്ടായിരുന്നു അവന്റെ മരണം. വാതിലും തല്ലിപ്പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന അവന്റെ അച്ഛനും അമ്മയും ഈ കോലത്തിലാണ് തന്റെ മകനെ കാണുന്നതും. ഇതേ സമയം മാക്സ് നേരെ പോയത് നോഹയെ കാണാൻ അവന്റെ പള്ളിയിലേക്കായിരുന്നു. അവനെ പോലെ ഒരുത്തൻ ജീവിച്ചിരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്റെ മരണത്തിന് പകരം അവനെ തട്ടാമെന്നായിരുന്നു മനസ്സിൽ. തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരുടെയും ഇടയിൽ ചെറിയൊരു അടിപിടി നടക്കുന്നുണ്ട്. ഒടുക്കം നോഹയുടെ തലമണ്ടക്കിട്ടൊരു അടിയും കൊടുത്ത് അവനെയും എടുത്തുകൊണ്ട് മാക്സ് നേരെ വരുന്നത് ഒരു ഫാക്ടറിയിലേക്കാണ്.
അവൻ സ്വപ്നത്തിൽ കണ്ട ഒരു ഫാക്ടറി ഇല്ലേ, അതേ ഫാക്ടറിയിലേക്ക്. അവിടെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് നോഹയെ. ശേഷം മാക്സ് നോക്കുമ്പോൾ തന്റെ കയ്യിലെ രോമങ്ങൾ മുഴുവനും രോമാഞ്ചം വന്നതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്ന് വെച്ചാൽ മരണം തന്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അവൻ വേഗം തന്നെ ഒരു കത്തിയെടുത്ത് തന്റെ കൈ മുറിച്ച് രക്തം വരുത്തുന്നു. ശേഷം അത് നോഹയുടെ ദേഹത്തേക്ക് തേക്കാനായിട്ട് പോയ നിമിഷമാണ് ക്രിസും അലീനയും ഓടി വരുന്നത്. മാക്സ്, അങ്ങനൊന്നും ചെയ്യരുത്. ഒരാളെ കൊന്നിട്ട് നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇവനെ പോലെ ഒരുത്തൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതല്ലേ? ഇവൻ കാരണം എത്ര കുട്ടികളുടെ ജീവിതമാണ് നശിച്ചു പോയത്. അതും പറഞ്ഞ് അവൻ ആ ബ്ലഡ് നോഹയുടെ ശരീരത്തിലേക്ക് തേക്കാൻ വന്നെങ്കിലും മാക്സിനെ കൊണ്ടത് പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും നമ്മുടെ മാക്സിനില്ല. എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല ക്രിസ്. എന്തായാലും എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ എല്ലാവരും മരിക്കേണ്ടവരല്ലേ? അവൻ അത് പറഞ്ഞ അടുത്ത നിമിഷം അവന്റെ കൈ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു ക്രഷിംഗ് മെഷീനിൽ പെട്ട് ചതഞ്ഞറിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതേപോലെ അവന്റെ കൈ മുഴുവനും അരഞ്ഞു പോകാൻ തുടങ്ങി. ഭാവിയില് ആ ക്രഷിംഗ് മെഷീനിൽ പെട്ട് അവൻ എങ്ങനെയാണോ അരഞ്ഞു മരിക്കുന്നത്, അതേപോലെ അവന്റെ ശരീരം മുഴുവനും അരഞ്ഞു തീരുകയാണ്. ക്രിസും എലീനയും കൂടി അവനെ പിടിച്ചു വലിച്ച് രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുക്കം അവൻ മുഴുവനായിട്ട് ചതഞ്ഞറിഞ്ഞ് അവന്റെ എല്ല് കഷ്ണം പോലും ഇല്ലാതെ മൊത്തത്തിൽ ഇല്ലാതായി പോകുന്നു. എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരമായ മരണം അത് മാക്സിന്റേതായിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നോവയില്ലേ, അവന് എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കൺമുന്നിൽ കണ്ടതിന്റെ ഷോക്കിൽ അവന്റെ ബോധം അടക്കം പോയി. പാവം ക്രിസിന് മാക്സിന്റെ ഈ അവസ്ഥ താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ, പക്ഷേ കരഞ്ഞു നിൽക്കാൻ സമയമില്ല. കാരണം അടുത്തത് തങ്ങളുടെ ഊഴമാണ്. എന്തു വന്നാലും നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. അലീനയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്രിസ് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഭാവിയില് നമ്മൾ എങ്ങനെ മരിക്കുന്നു അതുപോലെയല്ലേ മരണം നമ്മളെ കൊല്ലുന്നത്. എന്നാ ആ വിസില് നമ്മളെ കൊല്ലുന്നതിന് മുന്നേ നമ്മൾ മരിച്ചാലോ? എന്ന് വെച്ചാൽ മരിച്ചതുപോലെ ആകണം. കുറച്ചു നിമിഷത്തേക്ക് തങ്ങൾ ഇരുവരും മരിക്കണം. ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ മരിച്ചിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. അതായിരുന്നു ക്രിസിന്റെ പ്ലാൻ. അതിനുവേണ്ടി എന്തോ കൂടിയ അളവിലുള്ള ഒരു മരുന്ന് തന്നെ അലീന ക്രിസിന്റെ ദേഹത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന പേഷ്യന്റിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടതെന്ന് അലീനയ്ക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അവൾ വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. ഇതുപോലെയുള്ള കേസുകൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ബോധം മുഴുവനും മറിഞ്ഞ് ഹൃദയത്തിന്റെ പ്രവർത്തനമെല്ലാം നിലയ്ക്കുമ്പോൾ അല്പസമയത്തേക്ക് ശരീരം മുഴുവനും മരണത്തിലേക്ക് പോകും. ആ സമയത്ത് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് CPR കൊടുത്താൽ വീണ്ടും ഹൃദയത്തിന് ജീവൻ വെക്കും. അങ്ങനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പറ്റും. പ്ലാൻ ചെയ്തതനുസരിച്ച് ബാത്ടബ് പോലെയുള്ള ഒന്നിലേക്ക് നിറയെ ഐസും വെള്ളവും നടക്കുന്നു. ശേഷം ക്രിസിന്റെ ബോഡിയിലേക്ക് അലീന എന്തോ ഒരു ഡ്രഗ് ഇഞ്ചക്ട് ചെയ്തതും അടുത്ത സെക്കൻഡില് ബോധം മറിഞ്ഞ അവൾ ആ വെള്ളത്തിലേക്ക് വീഴുന്നു. ബോധമില്ലാതല്ലേ വെള്ളത്തിലേക്ക് വീണത്, അതുകൊണ്ട് പുറത്തേക്ക് വരാൻ അവൾക്ക് പറ്റില്ലല്ലോ. അങ്ങനെ അല്പ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ താൽക്കാലികമായിട്ട് ക്രിസിന് മരണം സംഭവിക്കുന്നു. അലീന വേഗം തന്നെ അവളെ പുറത്തേക്ക് എടുത്ത് അവൾക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് CPR എല്ലാം കൊടുത്തുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ക്രിസിന് ബോധം വരുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മരണം അവളുടെ ആത്മാവിനെ ആ വെള്ളത്തിൽ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പക്ഷേ ക്രിസിന് പെട്ടെന്ന് അലീനയെ ഓർമ്മ വന്നു. തങ്ങളുടെ പ്രണയം ഓർമ്മ വന്നു. ആ നിമിഷം മരണത്തെ പോലും തോൽപ്പിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി ക്രിസ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ തിരികെ വന്ന ക്രിസിനെ കാത്തിരുന്നത് മറ്റൊരു ഷോക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അലീനയുടെ മരണം അവളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ക്രിസ് മാത്രമല്ലേ അങ്ങനെ രക്ഷപ്പെട്ടുള്ളൂ. അലീന ഇതുവരെ മരണത്തെ തോൽപ്പിച്ചിട്ടില്ല. മാത്രമല്ല മാക്സ് പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിട്ട നോഹയില്ലേ, അവനിപ്പോൾ ആ കെട്ടൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് ഇപ്പോൾ അലീനയുടെയും ക്രിസിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല അവൻ അലീനയെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവളുടെ രക്തം മുഴുവനും തറയിൽ തളം കെട്ടി കിടക്കുകയാണ്. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ മൂന്നെണ്ണം കൂടി എന്നെ കൊല്ലാൻ നോക്കിയത്? നിനക്ക് ഞാൻ പണ്ടേ ഓങ്ങി വെച്ചതാ. അതും പറഞ്ഞ് നോഹ മുന്നോട്ട് നടന്നു വന്നപ്പോഴാണ് തറയിൽ തളം കെട്ടി കിടക്കുന്ന രക്തം അവൻ കാണുന്നത്. ബ്ലഡ് കണ്ടതും ആ പൊട്ടനാണെങ്കിൽ അവളുടെ ആത്മാവിന് ശാന്തി നൽകാൻ വേണ്ടി ആ ബ്ലഡ് തൊട്ടെടുത്ത് ആമയൻ എന്ന് പറഞ്ഞതും അടുത്ത സെക്കൻഡിൽ അലീനയുടെ കൂടെ ഉണ്ടായിരുന്ന മരണം നേരെ അവന്റെ അടുത്തേക്കാണ് പോയത്. കാരണം മരണം അടുത്തു വരുന്ന സമയത്ത് തങ്ങളുടെ ബ്ലഡ് വേറൊരാളുടെ ശരീരത്തിലേക്ക് പുരട്ടിയാൽ മരണം തങ്ങളെ വിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് പോകുമെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്. എക്സാക്ട്ലി ആ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നതും. അടുത്ത നിമിഷം തന്നെ നോഹയുടെ മരണം അവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. ഓൾറെഡി ഇവൻ ഡ്രഗിന് അടിമയല്ലേ. ഭാവിയില് ഇതേ ഡ്രഗിന്റെ സൈഡ് എഫക്ട്സ് മൂലം അതിക്രൂരമായിട്ടായിരുന്നു അവന്റെ മരണം. പക്ഷേ മുന്നിൽ വന്ന് നിൽക്കുന്ന രൂപത്തെ കണ്ടതും ഇതാരാണെന്ന് പുള്ളിക്കാരൻ അങ്ങോട്ട് മനസ്സിലായില്ല. നീ ഏതാടാ മരഭൂതമേ എന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് മുന്നിലുണ്ടായിരുന്ന രൂപത്തെ നോക്കി ചാറപ്പറ വെടിപൊട്ടിച്ചു. പക്ഷേ ബുള്ളറ്റ് വന്നു കൊണ്ടത് സ്വന്തം ശരീരത്തിലേക്കാണെന്ന് മാത്രം. ഗ്രേസിന് സംഭവിച്ച അതേപോലെ തന്നെ. കാരണം അവൻ അടിക്കുന്നത് അവന്റെ തന്നെ ഭാവി രൂപത്തെയല്ലേ. അങ്ങനെ സ്വന്തം കുഴി സ്വയം തന്നെ തോണ്ടിക്കൊണ്ട് നോഹ അവിടെ മരണപ്പെട്ടിരിക്കുകയാണ്. അതോടെ ക്രിസും സേഫ്, അലീനയും സേഫ്. മാത്രമല്ല വിസിൽ മൂലം അവർക്കുണ്ടായിരുന്ന ശാപം ഇപ്പോൾ മാറിയിരിക്കുന്നു. കൂടാതെ ആ
വിസിലും ഇപ്പോൾ പല കഷ്ണങ്ങളായിട്ട് ഉടഞ്ഞു പോയിരിക്കുകയാണ്. ഇതോടുകൂടി ഇരുവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്ന് നിങ്ങൾ കരുതും, പക്ഷേ തീർന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 3 മാസങ്ങൾക്ക് ശേഷം ഇപ്പോ ക്രിസും അലീനയും വളരെ ഹാപ്പി ആയിട്ട് പ്രേമിച്ച് നടക്കുന്നു. അവരുടെ അതേ കോളേജിലേക്ക് ന്യൂ അഡ്മിഷൻ ആയിട്ട് ഒരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ട്. തുടക്കത്തിൽ കാണിച്ച റൈമനും പിന്നെ നമ്മുടെ ക്രിസും ലോക്കർ തുറന്നപ്പോൾ എങ്ങനെയാണ് ആ വിസിലുള്ള പോട്ട് കിട്ടിയത്, അതേപോലെ തന്നെ ഈ പെണ്ണും തനിക്ക് കിട്ടിയ ലോക്കർ തുറന്നതും ദേ ഇരിക്കുന്നു ആ പോട്ട്. ആ വിസില് വീണ്ടും ആത്മാക്കളെ പിടിക്കാൻ വേണ്ടി ഇതേപോലുള്ള ആയിരക്കണക്കിന് ആൾക്കാരുടെ കയ്യിലേക്ക് വീണ്ടും എത്തപ്പെടുകയാണ്. എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്നത്തെ ദിവസം കോളേജിലെ എന്തോ പ്രോഗ്രാം നടക്കുകയാണ്. അവിടെ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാനായിട്ട് പുതിയതായിട്ട് വന്ന പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതേ സ്റ്റേഡിയത്തിൽ തന്നെ നമ്മുടെ ക്രിസും അലീനയും എല്ലാം ഇരിപ്പുണ്ട്. എന്നാ വന്നു കയറിയ പെണ്ണാണെങ്കിലോ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാനായിട്ട് കയ്യിലേക്ക് എടുത്ത സാധനം കണ്ടതും ക്രിസും അലീനയും ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ അതാ വിസിലായിരുന്നു. അയ്യോ ഊതല്ലേ എന്നവൾ വിളിച്ചു കൂവിയെങ്കിലും അതിനു മുന്നേ ആ പെണ്ണ് വിസിൽ ഊതുകയും ചെയ്തു. അതാ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന സകല എണ്ണം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന സകല എണ്ണത്തിന്റെ കാതടച്ചു പോകുന്ന കണക്കുള്ള ശബ്ദവും കേൾപ്പിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.